പൊന്നെ സെറ്റ് സാധനം കേട്ടോ. വലിയ ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമുക്കിവിടെ വർക്കിംഗ് ഡേ അല്ല, ഇന്ന് നമുക്ക് അവധി ദിവസമാണ്. എല്ലാ തിങ്കളാഴ്ചയും ഗായ്സ് നമുക്കിവിടെ അവധിയാണ്. അപ്പം ഗായ്സ്, ഇന്നലെ രാത്രി ആലൻ ഒരു പ്ലാൻ ഇട്ട് ഗായ്സ് ഡോക്ടറിനോട് പറഞ്ഞു ഗായ്സ്, നമ്മൾ എന്താ പറയുന്നത്, മെട്രോ വരെ ഒന്ന് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഡോക്ടർ അതിന് യെസ് മൂളിയൊക്കെയാണ് ഗായ്സ്. അപ്പം ഗായ്സ്, നിങ്ങളെ അതെല്ലാം പരിചയപ്പെടുത്താം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ പിള്ളേരുണ്ട്, എല്ലാവരും റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ കൊണ്ടുവന്ന ഗിറ്റാർ അവൻ പൊട്ടിച്ച് കളഞ്ഞു ഗൈസ്. ഒരു കമ്പി അവൻ പൊട്ടിച്ച് കളഞ്ഞു. സ്ട്രിങ് ആണോ എന്താണ്, ആ കമ്പി പൊട്ടി ഗൈസ്. അപ്പം ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ എന്തായാലും മെട്രോ കയറാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ മെട്രോ കയറിയിട്ട് എന്തായാലും ഗൈസ് നിങ്ങൾ എന്തായാലും എല്ലാം കാണിക്കുന്നുണ്ടാവും. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒരുങ്ങി നല്ല കുട്ടപ്പന്മാരായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് എവിടെ ഡോക്ടറെ? മന്ത്രിമാൾ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പിന്നെ നമ്മള് മന്ത്രിമാളിലാണോ മെട്രോ ഉള്ളത്? മെട്രോയിൽ കയറി നമ്മള് ഓറിയൻ മോളിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് തിരിച്ച് നമ്മൾ വന്ന് മല്ലേശ്വരം സ്ട്രീറ്റിൽ പോയി പിന്നെ ഡിമാർട്ടിലും കയറി ഫുഡൊക്കെ അടിച്ച് തിരിച്ചു വരും. ഗായ്സ്, ഇതാണ് ഇന്നത്തെ ട്രിപ്പിന്റെ പ്ലാനിങ് ഗായ്സ്. എനിക്കുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു കണ്ണാടി. എങ്ങനെയുണ്ട് ഗായ്സ്? മക്കളെ, അവിടെ രാഗി ഒരു രക്ഷയില്ലാതെ തകർത്തിരിക്കുകയാണ് ഗായ്സ്. മക്കളെ, നിന്റെ അപ്പം വേറെ കണ്ണിലോട്ട് വെക്കാതെ നെറ്റി വെച്ചിരിക്കാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇത് സെറ്റ് സ്ഥലം കേട്ടോ. ഇതിലെ പോകാൻ തന്നെ ഒരു പ്രത്യേക ഫീൽ തന്നെ ഉണ്ട് കേട്ടോ. ഡോക്ടറെ, ഇത് കറക്റ്റ് ഏത് റൂട്ടാണ്? നമ്മളിപ്പോ ഓവർ ബ്രിഡ്ജ് കയറിയേക്കാണ്. ഇപ്പോ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് മാൾ ഓഫ് ഫിഷ് കാണാം. ഇത് കഴിഞ്ഞോട്ട് നമ്മൾ പോയേ. അതെ അതെ, മാൾ ഓഫ് ഫിഷ്, LNT ഒക്കെ കാണാം. പിന്നെ കുറെ ബിൽഡിങ്സ്, പിന്നെ ഇപ്പൊ ഇവിടെ എയർഫോഴ്സ് കാണാം. അപ്പൊ അവിടെ ഫ്ലൈറ്റും ആ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ അവിടെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതൊക്കെ കാണാം. നൈറ്റ് ഇവിടെ ഒരു പ്രത്യേക ഫുള്ള് ബിൽഡിങ്സ് ലൈറ്റ് ഓണാകുമ്പോ വേറൊരു രസമായിരിക്കും. സത്യം പറട്ടോ, നൈസായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ പറയുന്ന ദുബായ് കണക്കുള്ള അത്രയൊന്നും എത്തിയില്ലെങ്കിലും ആ ഒരു മോഡലിലൊക്കെ സംഭവം സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു, വണ്ടി പോകുന്നുണ്ടോ ഇവിടെ. അത് മാത്രമല്ല, ഈ ഓവർ ബ്രിഡ്ജ് ആയിട്ട് നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. വണ്ടിയിൽ അപ്പൊ നല്ലൊരു വൈബായി ഇവിടെ. ഡോക്ടർ സത്യം പറയാ ഡോക്ടറെ, ഇപ്പട്ട വണ്ടി ഓടിക്കുന്ന ഡോക്ടറെ സമ്മതിക്കണം കേട്ടോ. ഒരു വല്ലാത്ത ട്രാഫിക് തന്നെ കേട്ടോ. എവിടെ ഇതിലെ കൂടിയൊക്കെ വണ്ടി വരുന്നത് നമുക്ക് നോക്കി നിശ്ചയിക്കാനേ പറ്റത്തില്ല കേട്ടോ. ഗായ്സ്, ഇവിടാണ് നമ്മുടെ ഫ്ലൈറ്റിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഉണ്ടോ ഗായ്സ്? അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ, റോഡ് പോലെ? റൺവേ ആണ് ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ? നമ്മള് കഴിഞ്ഞ വട്ടം പോയ മാൾ ഓഫ് ഏഷ്യ ആണ് ഗായ്സ്. ഇത് ഈ കാണുന്നത്. അതിന്റെ ഫ്രണ്ട് വശം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ വട്ടം എടുത്തു തരാൻ പറ്റിയിട്ടില്ലായിരുന്നു ഗായ്സ്. ഇതാണ് മാൾ ഓഫ് ഏഷ്യ കേട്ടോ. നമ്മള് കഴിഞ്ഞ വട്ടം പോയ മാൾ ഓഫ് ഏഷ്യ ഇതാണ് കേട്ടോ ഗായ്സ്, മാൾ ഓഫ് ഏഷ്യ. അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആണ് എന്റെ ഡോക്ടർ, ഇത് എന്നാ സാധനം നോക്കിക്കോണേ. ഒരുമാതിരി സെറ്റ് ബ്ലൂ സീ പോലെ ഉണ്ട്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അനിമേഷൻ ഓരോരോ ബിൽഡിംഗ് വരുന്ന പോലെ തോന്നില്ലേ? മോനെ, അത് പൊളിച്ചല്ലേ ആ റോഡ് നേരെ പോയി കേറുന്നത്. ഇത് കണ്ടോ, ഇത് പൊളിച്ചു കേട്ടോ. അതൊരു പ്രത്യേക വൈബ് തന്നെ, കാണാൻ തന്നെ. മെട്രോയുടെ പണി നടക്കുക ഇവിടെ ആണല്ലേ. ഇതിനിപ്പോ നമ്മുടെ യലഹങ്ക വരെ കണക്ഷൻ വരുവാ. ഇപ്പൊ കാണിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തിനാ ഡോക്ടറെ? അത് മെട്രോയുടെ കൺസ്ട്രക്ഷൻ ആണ്. ഇതൊക്കെ പില്ലേഴ്സ് ആണ്. അത് യലഹങ്ക വരെ, അതായത് മെജസ്റ്റിക് ഇനിയിപ്പോ യലഹങ്ക വരെ നമുക്ക് മെട്രോയില് വരാം. ആണല്ലേ, സെറ്റ് പൊളിച്ച് ഗായ്സ്. ഇപ്പൊ നമ്മള് മെട്രോയിലോട്ടാണ് പോകുന്നത് ഗായ്സ്. ഇപ്പൊ നമ്മള് മെട്രോ കയറിയിട്ട് എന്തായാലും അതിന്റെ അനുഭവം നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കും അല്ലേ പിള്ളേരെ? മച്ചാനെയാണ്ട് ഇതിന്റെയൊക്കെ വൈബ് വല്ലാത്തോട്ടോ. ഈ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോ ഒരു വല്ലാത്തൊരു സീനറി തന്നെയാണ് കേട്ടോ.
ഓ ഗായ്സ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, മാളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സെറ്റപ്പുകൾ ഉണ്ടല്ലോ, ഭയങ്കര രസമുണ്ട് കാണാൻ. സ്റ്റീം മാൾ ഇവിടെ വേറൊരു മാളാണ്, ചെറിയൊരു കുഞ്ഞു. ഇതാണ് ആ കുഞ്ഞു മാള്, സ്റ്റീം മാൾ. സ്റ്റീം മാൾ എന്ന് പറയുന്ന സെറ്റപ്പ് ഇതാണ് കേട്ടോ. ഓ അതെ, കുഞ്ഞു മാളാണ് കേട്ടോ, ഇത് കുഞ്ഞു മാൾ. 10-15 വർഷമായി കാണും കേട്ടോ ആ മാള് അല്ലേ. ഡോക്ടറിനും ഇതിനെ നല്ല പറ്റി ഡോക്ടറിന് ഇതിനെ കുറിച്ചൊക്കെ നല്ല രീതിക്ക് അത്രയ്ക്കൊന്നും അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഇത്രയ്ക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഗായ്സ്, ഡോക്ടറിന് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 10 വർഷത്തിന് മേലെയായി അല്ലേ, 15 വർഷമായി ഡോക്ടർ. അതുകൊണ്ട് ഡോക്ടറിന് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിയാം അല്ലേ ഡോക്ടർ. ഗായ്സ് എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് പോവാണ് ഗായ്സ്. ഗായ്സ് ഇപ്പൊ നമ്മൾ എത്തും കേട്ടോ. മിനിമം ഒരു 420 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്തുനിന്ന്. നമ്മളിപ്പോ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എങ്ങനെയുണ്ട് ഡോക്ടറെ സംഭവം? അല്ല കേട്ടോ, സംഭവം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടിയാണ് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. ഗായ്സ് ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചിങ്ങ് പോകുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതെ, കോപ്പിറൈറ്റ് കിട്ടുന്നോണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോസ് എടുക്കാൻ. ഗായ്സ് കണ്ടോ, മാപ്പൊക്കെ കണ്ട ഗായ്സ്, മാപ്പൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. ഗായ്സ് ഇപ്പൊ നമ്മൾ എത്തും കേട്ടോ. കുഞ്ഞു കുഞ്ഞു വഴിയാണ്. നമ്മളിങ്ങോട്ട് വന്ന വഴിയിൽ ഇഷ്ടം പോലെ സ്ട്രീറ്റുകൾ. എന്താ അതിന്റെ പേരുന്നുണ്ടോ? മല്ലേശ്വരം സ്ട്രീറ്റ് ആണ്. മല്ലേശ്വരം സ്ട്രീറ്റ് എന്ന് പറയുന്ന സംഭവം. വീഡിയോ എടുക്കാം. ഈവനിങ് എന്തായാലും അങ്ങോട്ട് പോകുന്നോണ്ടാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും നമ്മളെ കൊണ്ടുപോകും കേട്ടോ. ഇവരെന്താണ് പ്രശ്നം? എന്താണ് ആണോ? പിള്ളേർ വഴക്കായി ഗായ്സ്. കുറച്ച് കഴിയുമ്പോൾ ചിരിക്കുന്ന കാണാം നിങ്ങൾക്ക്. ഗായ്സ് നമ്മളിപ്പോ എത്തും കേട്ടോ. ഞാൻ മാത്രമുണ്ട് ഫുള്ള് ചിരിച്ചിരിക്കുന്നത്. ഡോക്ടർ മാത്രമുണ്ട് ഹാപ്പി ഓൺ ആയിട്ടിരിക്കുന്നത്. അവിടെ ഒരാൾ ചിരിക്കുന്നുണ്ടായിരുന്നു, കാണുന്നില്ല. മാമനും മോളും പിണങ്ങിക്കോ. ചാൻസ് ഗായ്സ്. ആണോ? വലിയ നീ ഹാഷ് കളറിലാണ് മന്ത്രി മാൾ എന്ന് പറയുന്ന സെറ്റപ്പ്. ഇതിന്റെ ബാക്ക് സൈഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ അല്ലേ. പെയിന്റ് അടിക്കാൻ വെച്ചിരുന്നു. അല്ലല്ല, അവിടെ ഫ്രെയിം വെക്കണ്ടേ, ആഡ് ഒക്കെ ഓരോന്ന് വെക്കേണ്ടതാ. അത് ഇതാണ് മന്ത്രിമാളിലോട്ട് കേറുന്ന പാർക്കിംഗ് കേട്ടാ ഗായ്സ്. ഗായ്സ് ഇതിലോട്ടാണ് നമ്മൾ കയറുന്നത് ഗായ്സ്. നമ്മളിനി അകത്തെത്തിയിട്ട് കാണിക്കാം ഗായ്സ്. ഇതിനകത്ത് മൊത്തം ഇരുട്ട് ബഹളമൊക്കെ ആയിരിക്കും. ഗായ്സ് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് കേട്ടോ. സംഭവം ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടികൾ, സെറ്റപ്പുകൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഗായ്സ് നമ്മളപ്പോ മാളിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. അപ്പം അതായത് ഈ മന്ത്രി മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അതിന്റെ മണ്ടേ പോയിട്ട് വേണം നമ്മൾ നേരെ മെട്രോയിലോട്ട് പോകാനുള്ള സെറ്റപ്പ് ആണ് ഗൈസ്. ഇവിടെ കുറെ സെറ്റപ്പുകളുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മാളിന്റെ ഫ്രണ്ട് വരുന്നത്, ഫ്രണ്ട് പോർഷൻ ഗൈസ്. ഇവിടെയുള്ള കുറച്ച് സെറ്റപ്പുകളൊക്കെ നോക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോവുകയാണ് ഗൈസ്. അപ്പം എക്സിബിഷൻ നടക്കും ഇപ്പൊ. ആണോ? ഓക്കെ ഗൈസ്. ഇവിടെ മിക്കവാറും എല്ലാ മാളിലും ഇങ്ങനെ കാണും, എന്തെങ്കിലും ഒരു എക്സിബിഷനും ഡ്രസ്സുകളും എല്ലാ കാര്യങ്ങളും കാണും. അവിടെ കുറെ ലേഡീസിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കാം എന്താ ഡ്രസ്, ഓർണമെന്റ്സ്. ഇതാണ് കേട്ടോ സെറ്റപ്പ്. എന്തൊക്കെയോ ഐറ്റങ്ങളുണ്ട് ഗൈസ്, എന്തൊക്കെയോ ഐറ്റങ്ങളുണ്ട് ഗൈസ്. കാര്യങ്ങൾ അത് ഇതെല്ലാം ഉണ്ട് ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള സെറ്റപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതാട്ടോ മാളിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായ്സ്. അവരെന്തോ സംഭവങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൂക്കുമോ ഡോക്ടറെ? എന്തായാലും എടുക്കുമോ? ഇതെന്നാ സംഭവം? ഓ ഗായ്സ് നമുക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. സെറ്റപ്പ് ഗാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്നെ കുഞ്ഞു കുഞ്ഞു ഇതെല്ലാം മൂക്കുത്തികളാണോ ഗായ്സ്? ഇതെല്ലാം മൂക്കുത്തിസാണോ കേട്ടോ. മൂക്കുത്തിയൊക്കെ ആവശ്യമുള്ളവർ കണ്ടോ സെറ്റ് മൂക്കുത്തി കാര്യങ്ങളൊക്കെ ഐറ്റങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഇത് കണ്ടോ സംഭവം കൊള്ളാം ഗൈസ്.
അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും വെച്ചിട്ട് പോവാം. കണ്ടില്ലേ, മെട്രോ സ്റ്റേഷൻ ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നോക്കി കണ്ടുപിടിക്കണം മെട്രോ സ്റ്റേഷൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ മന്ത്രി മോളിൽ വരുന്ന ആൾക്കാർക്ക് മെട്രോ സ്റ്റേഷൻ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടുന്ന് നമുക്ക് നേരെ ഓറിയൻ മോൾ കവർ ചെയ്യാൻ പറ്റും. ഓറിയൻ മോളിൽ നിന്ന് പിന്നെ തിരിച്ച് കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ വരാം. എന്നിട്ട് വേണമെങ്കിൽ മല്ലേശ്വരം സ്ട്രീറ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാൻ പറ്റും. അപ്പം മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഗൈസ് ഇതുണ്ടോ സെറ്റപ്പ്, നമ്മുടെ ഇതാണ് നമ്മുടെ ചെയർ മസാജ് കേട്ടോ. ഗൈസ് നമുക്ക് അവിടെ പോയി ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ചെയറിൻ്റെ അകത്ത് വൈബ്രേറ്റിംഗ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് സെറ്റ് ഈസി ചെയർ. ഗൈസ് നേരത്തെ പറഞ്ഞു കേട്ടല്ലോ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് മന്ത്രി മാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ നേരിട്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് അത് ഉള്ളത്. നമുക്ക് അവിടെ വന്നിട്ട് നമുക്ക് പരമാവധി അറിയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഡോക്ടർ പറഞ്ഞ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം കാണിക്കുക അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കറങ്ങിയിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തവർക്ക് വണ്ടി പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടി എടുത്ത് തിരിച്ച് അതേപോലെ തന്നെ പോകാൻ പറ്റുന്ന സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഡൈസോ ജപ്പാനിൽ ചെറിയിട്ട് ഈ അതൊക്കെ മേടിക്കുന്ന സാധനം, ഒട്ടിക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സീൽ ചെയ്യത്തില്ലേ, ഈ ചൈനീസ് ആൾക്കാർ ഓരോ സാധനങ്ങൾ കാണിക്കത്തില്ലേ, ഇങ്ങനെ കവറൊക്കെ വേഗം പാക്കറ്റൊക്കെ സീൽ ചെയ്യുന്നേ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അങ്ങനത്തെ ഐറ്റംസ് ഉള്ള കട ഡൈസോ ജപ്പാൻ. ഇതാണ് ആ ഡോക്ടർ പറഞ്ഞ ആ സെറ്റപ്പ് ഉള്ള സംഭവങ്ങൾ കേട്ടോ. പക്ഷേ പലതരത്തിലുള്ള വെറൈറ്റി ഐറ്റം സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ കാണാവേ. ഇതൊക്കെ എന്താണ് ഗൈസ് എനിക്ക് മനസ്സിലാവുന്നില്ല. വെള്ളത്തിൽ ഇട്ട വലുതാവുന്ന ഐറ്റങ്ങളാണ്. എന്താണ് നോട്ട് അലൗഡ്. ഓക്കെ, വീഡിയോ ഇവിടെ അവതരിപ്പിക്കാൻ പാടില്ലെന്നാണ് നമ്മുടെ ഈ പെങ്കൊച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്നാണ് അവിടെ ആ ലേഡി പറഞ്ഞത്. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല ഗൈസ്. മക്കളെ, നിനക്കത് കണ്ടിട്ട് എന്തോ തോന്നി? ആണോ? അതുകൊണ്ടാണ് ഒരു വണ്ടി പോകുന്നത് ഗൈസ്. ഇതിനകത്തൂടി ഒരു വണ്ടി പോകുന്നു. ഗൈസ് നമ്മള് മുകളിലോട്ട് വലിഞ്ഞു പിടിച്ച് കയറുന്ന സ്ഥാനത്തിലോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് അതിൻ്റെ എൻട്രി ഗൈസ്. ഗൈസ് അവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. ഇവിടെയാണ് ഗൈസ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. നമ്മളിത് എങ്ങോട്ടുള്ള ടിക്കറ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചു നോക്കാം. ഡോക്ടറെ, നമ്മളിപ്പോൾ എങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കുന്നത്? ഗൈസ് ഓറിയൻ മാൾ എന്ന് പറഞ്ഞ സെറ്റപ്പിലോട്ടാണ് നമ്മൾ ടിക്കറ്റ് ഇപ്പോൾ എടുക്കുന്നത്. എങ്ങനെയുണ്ട് മക്കളെ? മാളെങ്ങനെയുണ്ട്? ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി ഇഷ്ടംപോലെ സംഭവങ്ങൾ സെറ്റപ്പുകൾ കാണാനുണ്ട്. എനിക്ക് ഇങ്ങനൊരു സംഭവം സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ഓറിയൻ മാൾ വരെ നമുക്ക് കളയാതെ നമ്മുടെ കയ്യിൽ തന്നെ വേണം ഗൈസ്. ഇത് നമ്മുടെ സെക്യൂരിറ്റി സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് വേറെ സാധനം ഒന്നും വെക്കാനില്ല, അവരിതെല്ലാം വെക്കുന്നുണ്ട് ഗൈസ്. നമ്മളെല്ലാം ചെക്ക് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടേ വിടുകയുള്ളൂ ഗൈസ്. അണ്ണൻ ഡോക്ടറെ, സാൻഡലിന്റെ സോപ്പിന്റെ ഫാക്ടറി. ചന്ദനം മണക്കുന്ന അവിടാണ് നമ്മൾ പോകേണ്ടത് ഗൈസ്. ഗൈസ് സംഭവം അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ അലോഡ് അല്ലായിരുന്നു ഗൈസ്. പക്ഷെ അയാൾ കലിപ്പായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഫോൺ പെട്ടെന്ന് എടുത്ത് പോയി. ഡോക്ടറെ, നമ്മളിപ്പോ ഇവിടെയാണ് ഉള്ളത്. നമുക്ക് 1, 2, 3, 4, 5 ഫിഫ്ത്ത് സ്റ്റോപ്പിൽ നമ്മളാണ്. താങ്ക് യു ഗൈസ്. നമുക്ക് ഇവിടെ വേണം ഇറങ്ങാൻ കേട്ടോ. സാൻഡൽ സോപ്പ് ഫാക്ടറിയുടെ അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഗൈസ്. അവർ പൊക്കോണ്ടേയിരിക്കുകയാണ്. അവളുടെ ബാഗ് നൈസ് ബാഗ് കേട്ടോ. അത് ഡോക്ടർ ദുബായിലാണ്ട് പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ. വാവ് ഗൈസ്, ഇതാണ് കേട്ടോ ഇവിടുത്തെ മെട്രോ സെറ്റപ്പ്. ഇതിനകത്തെ മെട്രോ സെറ്റപ്പ് ഇതാണ് കേട്ടോ. കണ്ട? വാവ് ഗൈസ്, ഇത് നൈസായിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, സെറ്റപ്പ് പരിപാടിയാണ് കേട്ടോ ഗൈസ്. സോറി ഗൈസ്, ഒരു സംഭവം ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിപ്പോൾ ഈ മഞ്ഞവര കണ്ടോ? ഈ മഞ്ഞവരയുടെ നമുക്ക് ആ മഞ്ഞവരയുടെ പിന്നെ അവനെന്ത് നമ്മൾ ഇങ്ങോട്ട് ഓടിച്ചു വിട്ടേ? അല്ല, നമ്മളിവിടെ ഇതാണ്ട് നമ്മുടെ മെട്രോ സംഭവം സെറ്റപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഓ മാൻ, നമുക്കുള്ള വണ്ടിയാണ് ഇതാണ്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൽ കയറി വേണം പോവാൻ ഗൈസ്. മാൻ പൊളിച്ച്. ഓ ഗൈസ്,
നമ്മൾ മെട്രോക്കകത്ത് കയറിയിട്ടുണ്ട് ഗ്യാസ്. ആളുണ്ട് കേട്ടോ, ശരിക്കും ആളുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തെല്ലാം നിറച്ചാളുണ്ട്. സത്യം പറയാലോ, അവളുടെ സെക്യൂരിറ്റികൾ അവരുടെ ജോലിയായിരിക്കണം, ചിലപ്പോൾ അവരുടെ ജോലിയായിരിക്കും അവർ ചെയ്ത്. പക്ഷേ എനിക്ക് സത്യം ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. സത്യം പറയാൻ അവന്മാരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവന്മാർ പറഞ്ഞ് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അവിടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നീ ആണെങ്കിൽ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചു ഗൈസ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. വളരെ ദേഷ്യപ്പെട്ടു. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ ഒഴിവാക്കി ഗൈസ്. ഡോക്ടറെ ഞാൻ പറഞ്ഞത് ശരിയാണ്, ഇവർ ഓവറല്ലായിരുന്നു. ഡ്യൂട്ടിയെ ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റിയുടെ ആവശ്യത്തിന് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും നമുക്കൊന്ന് വീഡിയോ എടുക്കാനായിട്ട് വേണ്ടി മെട്രോയിൽ കയറുമ്പോൾ നമുക്കൊരു വിഷമം. ആണോ ഗൈസ്? സത്യമായിട്ട് വിഷമമായ, പക്ഷെ കുഴപ്പമില്ല കേട്ടോ, മെട്രോ പൊളിച്ച്. ആ ഗൈസ് ഇപ്പം അടുത്ത സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം ഞാൻ ചെയ്യുന്നു ഗൈസ്. നമ്മുടെ കയ്യിലുള്ള ആ റൗണ്ട് സാധനം കളയില്ല കേട്ടോ, ഞാൻ കാണിച്ചില്ല ഗൈസ്. അത് നമുക്ക് കളയാൻ പാടില്ല കേട്ടോ ഗൈസ്. എൻ്റെ അടുത്ത സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കോമഡി നല്ല മഞ്ഞ അങ്ങോട്ട് നോക്കാൻ അവളുടെ കണ്ണാടി ഗൈസ്. യായിക്കൊന്ന് നല്ല മഞ്ഞുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. വെളിയിൽ നല്ല ഇവിടെ വല്ല വേറെ എന്തെങ്കിലും അടിച്ചിട്ടാണോ കയറിയത്? ഇതാണ് ഇസ്കോൺ ടെമ്പിൾ. അത് എന്താണ് സംഭവം? അയ്യോ എന്റെ ഇതെന്താ സംഭവം ഡോക്ടറെ എന്ന് പറയുമ്പം? ഓ, രാധാകൃഷ്ണന്റെ അടിപൊളി ടെമ്പിൾ ആണ് കേട്ടോ ഗായ്സ്. ഇത് നമ്മൾ എന്തായാലും ഒരു ദിവസം നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. വാവ്, ഒരു രക്ഷയില്ല കേട്ടോ, കാണാൻ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ, പൊളിച്ച്. ഇതിന്റെ എൻട്രി ഇത് തന്നെ കേട്ടോ. എന്റെ മോനെ, ഒരു ദിവസം എന്തായാലും നമ്മൾ പോകും കേട്ടോ ഇതിന്റെ അകത്ത്. വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഇറങ്ങാൻ പോവാണ്, നമ്മൾ ഗാഡി വിട്ട് ഇറങ്ങാൻ പോവാണ്, വണ്ടി വിട്ട് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇറങ്ങാൻ പോകല്ലേ? ടിക്കറ്റ് ആണോ? ഓ, അവരുടെ ടിക്കറ്റ് ആണ് കാണിക്കുന്നത് ഗൈസ്. എന്റെയിലും ഉണ്ട്. നിന്റെ അഞ്ചാമത്തെ ബാംഗ്ലൂർ വന്നിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ആണോ? ഇതിൽ മാത്രം കേട്ടിട്ടില്ല, ബാക്കി എല്ലായിടത്തും തെണ്ടി തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാണ് ഗൈസ്. ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ ഗൈസ്. നമ്മളിത് എവിടെ കൊടുക്കണം? ചായക്കട? ഏത് ചായക്കട? നമ്മളെ വീട്ടിൽ പോവാണ് ഗൈസ്, അല്ലേ? നമ്മുടെ മെട്രോ പോയി ഗൈസ്. ഓ മാൻ, പോയി കേട്ടോ, അങ്ങ് ദൂരത്തേക്ക് മറിഞ്ഞ് ഗൈസ്. സംഭവം അത് കൊള്ളാം. അവിടെ ഗൈസ് അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഇപ്പൊ നമുക്ക് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അവിടെ സെക്യൂരിറ്റി വന്ന് അനുസീൻ ഡോക്ടർ പറഞ്ഞു ഒരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പൊ ഗായ്സ് അവനെന്താ പറയണ്ടേ, അവൻ ആ ഒരു ചോദ്യത്തിൽ വീണ് പോയി ഗായ്സ്. അവൻ എടുക്കാൻ പറഞ്ഞു, ഏറ്റവും അവസാനം അവൻ എടുത്തു കേട്ടോ. എടുക്കാൻ സമ്മതിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഒന്നെടുത്ത്, രണ്ടെടുത്ത്, മൂന്നെടുത്ത്. എൻ്റെ പൊന്നെ ഗായ്സ്, ചറ പറ ഫോട്ടോ. ഏറ്റവും അവസാനം കാര്യം നമ്മൾ ഓടിച്ചു വിട്ടു ഗായ്സ്. ഗായ്സ്, ഈ സാധനം ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് ഈ ഡോർ തുറക്കുള്ളൂ കേട്ടോ. ഓ ഗായ്സ്, അതിൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്കത് തുറന്നു കിട്ടുള്ളൂ കേട്ടോ. എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ. ഞാൻ ഇട്ടിട്ട് അത് തുറന്നു വരുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തുറന്നു, അയ്യോ ചാടി പോന്ന്. കോയിൻ ഇട്ടല്ലേ നമുക്ക് വരാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, അതുകൊണ്ട് പിന്നെ ഡോക്ടറിന് അത്യാവശ്യം അറിയാം, ഐഡിയ. അപ്പൊ നമ്മള് അവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം മെട്രോയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓറിയോ മാളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഈ വഴിയിലെല്ലാം പാനിപ്പൂരി സംഭവങ്ങൾ, സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഓ ഗൈസ്, ഐസ്ക്രീം അങ്ങനെയുള്ള എല്ലാ വക സെറ്റപ്പുകളും, ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്. ഇതെന്നാ ഡോക്ടറെ സെറ്റപ്പ് എന്നാ? അച്ചു മെഹന്തി ഇട്ടില്ലേ? ഓ, അച്ചു ഊത്താൻ പോണു. ഓ ഗൈസ്, ഡോക്ടർ മറ്റേ മൈലാഞ്ചിയുടെ സെറ്റപ്പ്, അച്ചു ഊത്തുന്ന സെറ്റപ്പ് ചെയ്യാനുണ്ട് ഗൈസ്. കമ്മല് ഐറ്റങ്ങളുണ്ട് കേട്ടോ ഇവിടെ എല്ലാം. യോ മാൻ, ബൈ. യാ മാൻ. ഓ ഗൈസ്, ഇവിടെ ഈ സ്ട്രീറ്റിൽ ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട് കേട്ടോ. എല്ലാ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങൾ, ചെരുപ്പ്, മാല, വള, അങ്ങനെയുള്ള സെറ്റപ്പുകൾ എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കഴിച്ച് സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ.
ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, അതാണ് കാണാനുള്ളത്. വെറൈറ്റി മനുഷ്യന്മാര് നമ്മുടെ ആൾക്കാര്. ഓ ഗൈസ് ഇതിന്റെയൊക്കെ സെറ്റപ്പ് കണ്ടോ, ആ മേളത്തെ ബിൽഡിംഗ് ഒക്കെ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഓ മാൻ, അല്ലാത്ത സെറ്റപ്പ് തന്നെ. ഓ ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ, വേറെ എവിടെയും പോയി കാണാൻ പറ്റില്ലല്ലോ. ഓ മാൻ, ഇത് നൈസായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബഡ്ജറ്റ് ഫ്രീയിലൊക്കെ വന്നിട്ട് ഇതേപോലെയൊക്കെയുള്ള സംഭവങ്ങൾ, സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ബാംഗ്ലൂർ തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഡോക്ടറെ മുടിയൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. മാൻ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് എത്തിയിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ സെറ്റപ്പ്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. ഓ ഗായ്സ്, സ്ഥലം പൊളിച്ച് നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഗായ്സ്. ഓ ഇത് സെക്യൂരിറ്റി നമുക്ക് ലേഡീസിനുള്ളതാണ്, അവരുടെ കുറേ അങ്ങ് പോയി. ആ ഗായ്സ്, ഇത് നമുക്കുള്ള സെക്യൂരിറ്റി സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ ബാഗ് എല്ലാ രീതിയിലും പരിശോധിച്ച് സെറ്റപ്പ് ആക്കിയിട്ടാണ് വിടുന്നത്. നമ്മളെ എന്നെയും പരിശോധിച്ചാണ്. താങ്ക് യു ബ്രോ. ഓ മാൻ, ഇത് പൊളിച്ചു കേട്ടോ. ഇത് സെറ്റപ്പ്, ഈ സെറ്റപ്പ് കൊള്ളാം. ഡോക്ടറിനെയും പിള്ളേരുടെയും ഫോട്ടോ നമ്മൾ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്, അതെല്ലാം കാണിക്കുന്നതായിരിക്കും ഗൈസ്. അവരിപ്പോൾ ഫോട്ടോ എടുപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന നല്ല സെറ്റപ്പ് ഫോട്ടോസ് നമ്മുടെ ഈ ഫോണിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഓ എൻ്റെ ഗായ്സ്, ഈ സംഭവം സെറ്റപ്പാണ് കേട്ടോ. ഇത് ലിഫ്റ്റിൻ്റെ ഐറ്റമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ലിഫ്റ്റിൻ്റെ അകത്ത് ഇങ്ങനെ മുകളോട്ട് പോകുന്ന സെറ്റപ്പാണ്. അലമാവൻ താണ്ടേ ഗൈസ്, ആ രണ്ട് പെൺപിള്ളേരുടെ ഇടയിൽ പെട്ടുപോയി ഗൈസ്. യോയോ ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ നമ്മള് UK എന്ന് പറഞ്ഞ ബ്രോയാണ്. നമ്മളൊരു സെൽഫി എടുത്തിട്ടുണ്ട് ഗൈസ്. പിള്ളേർക്ക് ഫോട്ടോ എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. താങ്ക് യു ബ്രോ. ഓക്കെ, നൈസായിരുന്നു കേട്ടോ. പുള്ളിയുടെ കൂടെ നമ്മൾ കിടില ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പൊന്നു മച്ചാനെ, പൊളി സൈറ്റ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ മുകളിലോട്ട് നൈസായിട്ട് നോക്കിയത്. നിങ്ങൾ എൻ്റെ പൊന്നെ ഞെട്ടിപ്പോയി കേട്ടോ. കിടില സംഭവമാണ് കേട്ടോ. ഇവിടെ ഗൈസ് ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കുന്ന സെറ്റപ്പിലാണ് കേട്ടോ. ഇവിടെ എല്ലാ ആൾക്കാരും ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർ ഫോട്ടോ കാര്യങ്ങളെല്ലാ സംഭവങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഞാൻ ഇവിടെ എത്തിയിട്ട് നൈസായിട്ട് മുകളിലോട്ട് നോക്കിയതാണ്. എൻ്റെ പൊന്നെ സെറ്റ് സാധനം കേട്ടോ. ഇത് കണ്ട് ഞാൻ ഞെട്ടി കേട്ടാ. ഓ നൈസ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുക്കണം ഗൈസ്. and അവരവിടെ നിന്ന് സെൽഫി കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ചുറ്റുമുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ന്യൂ ഇയറിൻ്റെ അന്ന് ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. നമുക്കൊരു കാല് കുത്താൻ പോലും ഇവിടെ ഉണ്ടാവില്ല അത്രയ്ക്ക്. പിന്നെ ഇവിടെ എല്ലാം ഭയങ്കര ലൈവായിരിക്കും, നല്ല രസമായിരിക്കും. ഫുൾ വാം ലൈറ്റ് ഒക്കെ ആയിട്ട്. പിന്നെ നൈറ്റ് ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക വൈബ്, നല്ല രസമായിരിക്കും. ആ ഒരു സ്റ്റെപ്സ് പോലെ കണ്ടില്ലേ, ഇങ്ങനെ പാട്ടും അങ്ങനെ ഫുൾ കളറായിരിക്കും. ഭയങ്കര വൈബ്രന്റ് ആയിരിക്കും അന്ന്. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്ഥലം നിങ്ങളെ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു, ഒരു ബിൽഡിങ് കാണിച്ചില്ലായിരുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഈ ഒരു ലേക്ക് പോലെ ഒരു ചെറിയൊരു സെറ്റപ്പ് അവർ ഉണ്ടാക്കിയിട്ടേക്കാണ്. അത് കാണിച്ചു തരാം. അവിടെ നിന്നാണ് ആൾക്കാർ ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുക്കുന്നത് കേട്ടോ. ഗൈസ് ഇതാണ് ആ സെറ്റപ്പ് കേട്ടോ. ഇപ്പോഴാണ് ആ ഒരു സെറ്റപ്പ്. ഇപ്പോഴാണ് ആൾക്കാർ ഫോട്ടോ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് എടുക്കുന്ന സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും റേഞ്ചായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം താണ്ട് ഇതാണ് കേട്ടോ. അത് പൊളിച്ച് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് നൈസായിട്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ ഗൈസ്. നൈസായിട്ട് അവിടെ വന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയായിരുന്നു കേട്ടോ. അത് ഇവിടെ എല്ലാ ആൾക്കാരും ഓരോ സ്പേസിൽ ആൾക്കാരെങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ മാളിൻ്റെ ഫ്രണ്ട് സൈഡാണ് സത്യം പറഞ്ഞാൽ. ഇത് എന്താണ് എൻ്റെ മോനെ ഈ സംഭവം കണ്ടോ. ഒരു മതിയായ ഒരു കിടുക്കൻ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് റിമോട്ട്, നമ്മുടെ എന്താ പറയുന്നത് കാൽക്കുലേറ്റർ, കണക്കൂട്ടുന്ന മറ്റേ സംഭവം, പിന്നെ വയറ്, കുന്തം, കുടച്ചക്രം, അങ്ങനെയുള്ള ഐറ്റം കുറേ ബോർഡ്, മദർ ബോർഡ്, അങ്ങനെയുള്ള സെറ്റപ്പുകളുണ്ട്. ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം ഗൈസ് നിങ്ങളെ. ഓ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടു മൗസ്, കുറേ സംഭവങ്ങളാട്ടോ. ഇത് വെറൈറ്റി ഐറ്റമായി. ഇതൊക്കെ കണ്ടോ എന്തൊക്കെ ഐറ്റം കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. കിടുക്ക ഒരു കലാകാരൻ തന്നെയാണ് കേട്ടോ ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഓ ഗായ്സ് ഇപ്പം നമ്മൾ കണ്ടേ ഫുഡിൻ്റെ സെറ്റപ്പിലോട്ടാണ് വന്നത് കേട്ടോ. ഓ വഴിയപ്പോൾ പെമ്പിള്ളേരെല്ലാം നോക്കി തകർക്കുവാണ് കേട്ടോ. ചെറുക്കൻ പെമ്പിള്ളേർ എന്നെയാണ് നോക്കിയത്. ഓ അത് നീ എങ്ങനെ കണ്ടു? കണ്ടു എന്നാ ഡോക്ടറെ വെറൈറ്റി ഐറ്റം എന്തെങ്കിലും ആണോ?
നമ്മളിപ്പോൾ ഇവിടെ അവരെന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെയാണ് പോയിരിക്കും കഴിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് വേണം പോകാൻ. അങ്ങോട്ടല്ല, നമ്മൾ അപ്പുറേ അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അതെ അതെ. അപ്പോൾ അവർ വേറെ എന്തോ വെറൈറ്റി എന്തെങ്കിലും കിട്ടുമോ, കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീറോ ഇനി നിന്റെ അമ്മച്ചി കേൾക്കണം. അവന് ബീറോ കൊടുക്കുന്നത് ഞാൻ കുടിപ്പിച്ചെന്ന് പറയാനോ. മച്ചാനെ നമ്മൾ കണ്ട് എല്ലാ സംഭവവും സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട് ഡോക്ടർ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലാവർക്കും ഉള്ളതാണ് ഗൈസ്. ഇത് പിസ്സയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളാണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ലൈറ്റ് എല്ലാം കൂടി വന്നിട്ട് വേറെ ലെവൽ ലുക്ക് തന്നെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ സെറ്റപ്പ്. അതാണ് ഇവിടുന്ന് മാറി. ഗൈസ് ഇതാണ് കേട്ടോ സെറ്റപ്പിൻ്റെ. ഇഷ്ടമാണോ നിനക്ക്? എനിക്കിഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് പിസ്സ ഗൈസ് ഞാൻ എനിക്കുള്ളതും തുറന്നു നോക്കാൻ പോവാണ് ഗൈസ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ സെറ്റപ്പ്. നമുക്ക് കിട്ടിയേക്കുന്ന സംഭവം ഐറ്റം ഇതാണ് ഗൈസ്. ഇത് ചീസാണെന്ന് തോന്നുന്നു അല്ലേ ഡോക്ടറെ? ഇത് ചീസും ഇത് നമ്മുടെ മറ്റേ ഇതിൻ്റെ പേരെന്താ? ഇത് കോണല്ലേ? കോണെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ മലയാളത്തിൽ പറയുന്നത് എന്താ? ചോളം ഗൈസ്. ചോളമാണ് കേട്ടോ സെറ്റപ്പ്. ചോളം, പിന്നെ ചീസ്, പിന്നെ ഇത് നമ്മൾ ഗൈസ് ഓർഗാനിയോ സീസണിങ്ങോ ഗൈസ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണ് ഡോക്ടർ. ഇതെന്താണ് സംഭവം? ഓ ഗൈസ്, ഈ സാധനമാണ് ഇതിനകത്ത് പൊട്ടിച്ചിടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത്, തക്കാളി സോസ് ഉണ്ട് കേട്ടോ, ടൊമാറ്റോ. ഓ ഗൈസ്, അവൾ തിന്ന് എങ്ങനെയുണ്ട് മോനെ? സത്യസന്ധമായിട്ട് പറ, അടിപൊളിയാണോ ഡോക്ടറിന്? ആ ഓക്കെ. എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ. ഓ മാൻ, ഇവനെ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ ഇവിടെ. നോക്ക് ഗൈസ്. ഞാനും ഇതിനുള്ള പരിപാടി നോക്കട്ടെ ഗൈസ്. ഹായ് ഗൈസ്, ഞാനപ്പോൾ ഈ സംഭവം ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇത് സംഭവം എങ്ങനെ കറക്റ്റായിട്ടുള്ള സംഭവം ഞാൻ പറയാം കേട്ടോ. അയ്യോ, ആശൻ ചാടി താഴെ പോയി. കുഴപ്പമില്ല, നോക്കട്ടെ. സംഭവം തരക്കടില്ല ഗൈസ്, കൊള്ളാം. ഞാൻ സോസൊക്കെ വെച്ചോണ്ട് ഡോക്ടറിന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷെ ഇന്ന് ഇവർക്ക് ബിരിയാണി താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ നമുക്ക് പിസ്സ ആക്കിയത്. സത്യം പറഞ്ഞാൽ പിസ്സ ഒന്നും നിന്ന് വലിയ എന്താ പറയുക, നമുക്ക് വലിയ ശീലമൊന്നുമില്ല. പക്ഷേ സംഭവം കൊള്ളാം, നല്ല. ഈ സംഭവം കൊള്ളാം. കഴിഞ്ഞ വട്ടം നിന്നതിനെക്കാട്ടി ഇത് പൊളിച്ച്. ഇത് നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട് മോനെ? ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റായി കേട്ടോ. ഗൈസ്, നമ്മൾ നേരത്തെ പിസ്സ കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഡോക്ടർ നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാനുള്ള സെറ്റപ്പിലാണ് ഗൈസ്. ആണ് എടുത്തിയാണ്ടിരുന്ന് തകർത്തോണ്ടിരിക്കും. ഇത് മൊത്തം തിന്നു. ഇപ്പം നമ്മളെ മറന്നു ഗൈസ്. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഐസ്ക്രീം കണ്ടപ്പോൾ നമുക്കുള്ള ഐസ്ക്രീം നമ്മുടെ ഡോക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മുടെ ഐസ്ക്രീം എല്ലാം കിട്ടിയിരിക്കുകയാണ്. ആ മച്ചാനെ, അപ്പം നമ്മൾ ഈ മാളിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. മാളിൽ നിന്ന് ഇറങ്ങുന്നൊരു പരിപാടിയാണ്. അപ്പോൾ വെളിയിൽ നല്ല സെറ്റപ്പാണ്, നല്ല കാറ്റ് വേറൊരു രീതിയിലുണ്ട് കേട്ടോ. മഴയാണോ? അതൊരു ഫീലിംഗ് ഉണ്ടല്ലേ? അതെ. ഓ ഗൈസ്, ഡോക്ടറെ സെറ്റപ്പായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ആ നല്ല കാറ്റടിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ്, നമ്മള് അടുത്ത ഇനി എങ്ങോട്ടാ? നമ്മള് മല്ലേശ്വരം സ്ട്രീറ്റ്. ഓ അടുത്ത ഗൈസ്, നമ്മൾ ഇനി മല്ലേശ്വരം സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ സ്ഥലത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ വന്ന വഴി തന്നെ ഒരു
ഒരു ചെറിയൊരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് മല്ലേശ്വരം സ്ട്രീറ്റ്. അങ്ങോട്ടാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് നന്ദന നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് അവരുടെ അനിയനും അമ്മയ്ക്കൊക്കെ കൂടി കുറച്ച് തുണി കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഗൈസ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ ഗൈസ്, ഇപ്പം നമ്മൾ നേരെ മല്ലേശ്വരം സ്ട്രീറ്റ് എന്ന് പറയുന്ന സെറ്റപ്പിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് അവിടെ എത്തിപ്പെടണമെങ്കിൽ ഇപ്പം നമ്മൾ വന്ന വഴി തന്നെ നേരെ നമ്മൾ മെട്രോയിൽ പോയി കയറണം. മെട്രോയിൽ ചെന്നിട്ട് നമ്മൾ ആദ്യം വന്ന് കയറിയ മാളിൽ കയറി അവിടെ നിന്ന് വേണം വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം ഗായ്സ് ഇപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു അല്ലേ? നൈസ് വൈബ് തന്നെയാണ് കേട്ടോ. ബാംഗ്ലൂർ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് അടിപൊളി തന്നെയാണ് ഗായ്സ്. ഗായ്സ് അവന്മാർക്ക് ഹാ ഹാ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടു ഗായ്സ്. ഓ ഗായ്സ്, ലാമാസ് ടീമുകൾ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ കുറേ. ഒരു നമസ്കാരം ഗായ്സ്. ഹലോ സർ, നമസ്തേ. നമസ്തേ. ഓ ഗായ്സ്, അവർ ടീമിനെ നമ്മൾ നമസ്ത പറഞ്ഞിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ മറ്റേ സിനിമയ്ക്കകത്ത് ഉണ്ണിക്കുട്ടൻ്റെ ടീംസാണ് ഗായ്സ്. ഉണ്ണിക്കുട്ടൻ്റെ ടീംസാണ് ഗായ്സ്. തിരക്കിറങ്ങിയതാ. ഇവര് നൈസ് ടീമുകളാണ് ഗായ്സ്. ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഇവരുടെ ഇടയിൽ കൂടി വേണം നമുക്ക് പോകാനായിട്ട്. ഓ ഞാൻ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അല്ലേ മോനെ? അതെ, അവിടെ എത്തിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ വന്നിറങ്ങിയ സ്ഥലം ഇതാണ് കേട്ടോ, സാൻഡൽ സോപ്പ് ഫാക്ടറി. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടോ നമ്മൾ നേരത്തെ വന്നിറങ്ങിയത്. ഓക്കെ, നമ്മളിപ്പോൾ ഇനി തിരിച്ച് കയറി പോവാണ്. മെട്രോ സ്റ്റേഷനിലോട്ടാണ് കയറി പോകുന്നത് ഗായ്സ്. തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ക്യൂവിലാണ്. ഓ ഗായ്സ്, നമ്മൾ പിന്നെ കയറിയിരിക്കുകയാണ് സെറ്റപ്പിലോട്ട്. ഇനി നമ്മളിപ്പോൾ അവിടെ പോയി ഇറങ്ങും അല്ലേ? മന്ത്രിമാളിൽ ഇപ്പോൾ പോയി ഇറങ്ങും അല്ലേ? ഒരു 10-15 മിനിറ്റ് അല്ലേ? ഓ മച്ചാനെ, ഞാൻ പറഞ്ഞ സംഭവം ഇത് തന്നെ കേട്ടോ. നേരത്തെ പോയപ്പോൾ നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഇസ്കോൺ ടെമ്പിൾ. ആ മാൻ പൊളിച്ചു കേട്ടോ. അത് കാണാൻ തന്നെ സെറ്റ് സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് മെട്രോ സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ അകം കണ്ടില്ലേ ഗായ്സ്? നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ അങ്ങ് വരെ ഇങ്ങനെ പോകാം കേട്ടോ. സെറ്റപ്പ് പരിപാടിയാണ് കേട്ടോ. കാണാൻ തന്നെ ഒരു ലുക്ക് തന്നെ കേട്ടോ. ഇത് പോകാത്ത ഒത്തിരി പേരുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. സംഭവം അടിപൊളിയാണ്. ഉണ്ട് ഇതൊക്കെ കണ്ടില്ലേ സംഭവങ്ങൾ. ഇതിൻ്റെ അത് ക്യാമറ കാര്യങ്ങളെല്ലാം സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ ഗായ്സ്, നമ്മൾ ആൾക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്തോട്ട് തന്നെ പോവാം. ഉണ്ട്, അവരിവിടെ വെയിറ്റിംഗ് ആണ്. താങ്ക് യു കേട്ടോ നമുക്ക് ഇന്നത്തെ ഈ ട്രിപ്പ് വന്നതിന് അല്ലേ? ഡോക്ടറിനോടാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. ഡോക്ടർ കാരണമാണ് നമുക്ക് ഇന്ന് ഈ സെറ്റപ്പ് നമുക്ക് സെറ്റായത് കേട്ടോ. അതെന്തായാലും പൊളിച്ച്. രാഖിമോനെ എവിടെ, എന്ത് പരിപാടി? വീടല്ലേ? ആരെയാ? ഓ ഗായ്സ്, കണ്ടേ നമ്മൾ മെട്രോ നിന്ന് ഇറങ്ങിയൊക്കെയാണ്. നമുക്കുള്ള മെട്രോ ഇപ്പോൾ പോകും കേട്ടോ. ഇതാണ് കേട്ടോ സെറ്റപ്പ്. ഇവിടുന്ന് അങ്ങ് വരെ ഉണ്ട് കേട്ടോ സെറ്റപ്പ്. ഇപ്പോൾ വിട്ടു പോവുകയായിരിക്കും. ഓ ഗായ്സ്, നേരത്തെ നമ്മൾ വന്ന്, അതായത് നമ്മൾ നേരത്തെ കയറിയ മാള്, അതായത് ഓറിയോ മാൾ എന്ന് പറയും. അത് രാജാജി നഗറോ? നമ്മൾ രാജാജി നഗർ ഓറിയൻ മാൾ എന്നാണ് ഇപ്പൊ വരുന്നത്. ഓ അവിടെ എന്നിട്ട് അവിടുന്ന് നമ്മള് ഇപ്പൊ മന്ത്രി മോളിലെത്തി. കാർ ഇവിടെ പാർക്ക് ചെയ്തേക്കല്ലേ. ഇനി നമ്മൾ ഇവിടുന്ന് മലേശ്വരം സ്ട്രീറ്റിലേക്ക് പോകും. ഡോക്ടർ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് സാധാഗതി നമ്മൾ കാറിലാ വരുന്നതെങ്കിൽ ട്രാഫിക് അല്ലേ, അത് കാരണം ഒരു 1 hour ഒക്കെ എടുക്കേണ്ട ജേർണിയെ നമ്മളിപ്പോ ഒരു 10 minutes ഹാർഡ്ലി എടുത്തുള്ളൂ. ഓ മാൻ, ഒരു 10 മിനിറ്റ് ഉള്ളുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇവിടെ എത്തി. അതായത് മെട്രോ വഴി നമ്മൾ പെട്ടെന്ന് എത്താൻ പറ്റി കേട്ടോ ഗായ്സ്. അതായത് നേരത്തെ നമ്മളിപ്പം കാറിലാ നമ്മൾ വന്നിരുന്നെങ്കിൽ എങ്ങനെ കളിച്ചാലും 1 മണിക്കൂർ നമുക്ക് എന്തായാലും ചിലവ് വരുമായിരുന്നു. അത് നമുക്ക് വെറും സിമ്പിളായിട്ട് വെറും 10 മിനിറ്റിനുള്ളിൽ നമ്മൾ വന്ന് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗായ്സ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കാർ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും ഇനി അടുത്ത സ്ട്രീറ്റിൽ എത്തിയിട്ട് എന്തായാലും കാണിക്കുന്നതായിരിക്കും. ഈ യാത്ര എത്രത്തോളം ഇത്രയും മണിക്കൂർ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ ഗായ്സ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും അല്ലേ? ഓക്കെ.